നിങ്ങളുടെ കുഞ്ഞിന് തൂക്കം കുറവാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഒരമ്മയാണോ നിങ്ങൾ? ഏത്തപ്പഴം കൊടുത്തിട്ടും എൻ്റെ കുഞ്ഞിന് എന്തേ വെയിറ്റ് കൂടാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നേഴ്സ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ തെറ്റുണ്ട്. എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ഏത്തപ്പഴം നൽകുന്നുണ്ട്. പക്ഷേ അത് നൽകേണ്ട ശരിയായ രീതിയിലല്ല നൽകുന്നത്. തെറ്റായ രീതിയിൽ നൽകിയാൽ അത് കുഞ്ഞിന് മലബന്ധവും ദഹനക്കേടും ഉണ്ടാകുമെന്നല്ലാതെ 1 ഗ്രാം തൂക്കം പോലും വർദ്ധിക്കില്ല. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. ഒരുപാട് അമ്മമാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, സിസ്റ്ററെ, കുഞ്ഞിന് ഏത്തപ്പഴം കൊടുക്കുന്നുണ്ട്, പക്ഷേ തൂക്കം വയ്ക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന്. പലപ്പോഴും നമ്മൾ ഏത്തപ്പഴം കൊടുക്കുന്ന രീതിയിലാണ് തെറ്റുകൾ പറ്റുന്നത്. വെറുതെ പഴം ഉടച്ചു കൊടുത്താൽ കുഞ്ഞിന് തൂക്കം വയ്ക്കില്ല. എൻ്റെ 11 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും കുഞ്ഞുങ്ങളുടെ തൂക്കം 1 മാസത്തിനുള്ളിൽ തന്നെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏത്തപ്പഴം നൽകേണ്ട 3 പവർഫുൾ രീതികൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രീതി ഏത്തപ്പഴം പുഴുങ്ങി നൽകുക എന്നതാണ്. ഏത്തപ്പഴം പുഴുങ്ങുമ്പോൾ അത് ദഹിക്കാൻ കൂടുതൽ എളുപ്പമാകും. കുഞ്ഞിൻ്റെ വയറ് ചെറുതായതുകൊണ്ട് ദഹനം വളരെ പ്രധാനമാണ്. അതായത് പഴുത്ത ഏത്തപ്പഴം, നേന്ത്രപ്പഴം തൊലിയോടുകൂടെ പുഴുങ്ങുക. അതിനുശേഷം തൊലി കളഞ്ഞ് നടുവിലെ കറുത്ത വിത്തുകൾ നീക്കം ചെയ്യുക. ഇത് നന്നായി ഉടച്ച് കുഞ്ഞിന് നൽകാം. 8 മാസത്തിന് ശേഷം ഉള്ള കുട്ടികൾക്ക് ഇതിൽ അല്പം നെയ്യ് കൂടി ചേർക്കാം. ഇത് കലോറി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇങ്ങനെ നൽകുന്നത് വിശപ്പുണ്ടാകാനും തൂക്കം കൂടാനും ഏറ്റവും നല്ലതാണ്. രണ്ടാമത്തെ രീതിയാണ് റാഗിക്കൊപ്പം ഏത്തപ്പഴം ചേർക്കുക എന്നത്. റാഗിയിൽ കാൽഷ്യവും അയണും കൂടുതലാണ്, ഏത്തപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റും. ഇത് രണ്ടും ചേരുമ്പോൾ അതൊരു കംപ്ലീറ്റ് ഫുഡായി മാറും. അതായത് മുളപ്പിച്ച റാഗിപ്പൊടി കുറുക്കിയ ശേഷം അതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ച ഏത്തപ്പഴം ചേർക്കുക. മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം കരിപ്പെട്ടിയോ ശർക്കരയോ ഉപയോഗിക്കുക. ഒരു നേഴ്സ് എന്ന നിലയിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ഇത് കുഞ്ഞിൻ്റെ എല്ലുകൾക്ക് ബലവും ശരീരത്തിന് പുഷ്ടിയും നൽകും എന്നതുകൊണ്ടാണ്. ഇനി 3ാമത്തെ രീതിയാണ് പറയാൻ പോകുന്നത്. ഇത് ഏറ്റവും പവർഫുള്ളാണ്. ഏത്തപ്പഴവും ഈന്തപ്പഴവും ചേർന്നുള്ളത്. ഈന്തപ്പഴം, അതായത് ഡേറ്റ്സ്, രക്തം കൂട്ടാൻ സഹായിക്കുന്ന അയണിൻ്റെ വലിയൊരു സ്രോതസ്സാണ്. ഏത്തപ്പഴം പുഴുങ്ങിയതിന് ശേഷം കുരു കളഞ്ഞ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഈന്തപ്പഴം നന്നായി ഉടച്ചു ചേർക്കുക. മാർക്കറ്റിൽ പല ക്വാളിറ്റിയിലുള്ള ഈന്തപ്പഴം നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലത് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി സെലക്ട് ചെയ്യുക. 8 മാസത്തിന് ശേഷം ഉള്ള കുട്ടികൾക്ക് ഇതിൽ അല്പം നെയ്യ് കൂടി ചേർക്കാം. 1 മാസം കൊണ്ട് കുഞ്ഞിൻ്റെ തൂക്കത്തിൽ കാര്യമായ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ 1 മാസം തുടർച്ചയായി പരീക്ഷിച്ചു നോക്കൂ. മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി അറിയിക്കണം. തൂക്കം മാത്രമല്ല, കുഞ്ഞിൻ്റെ ആരോഗ്യവും പ്രധാനമാണ്. വെറുതെ പഴം ഉടച്ചു കൊടുത്താൽ കുഞ്ഞിൻ്റെ വയറ് നിറയുമെന്നല്ലാതെ അവരുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ലഭിക്കില്ല. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കും. 20Kയിലധികം അമ്മമാർ നമ്മുടെ ചാനലിലെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾ കണ്ട് അത്ഭുതകരമായ മാറ്റം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത് ഏത്തപ്പഴത്തെ എങ്ങനെ ഒരു കലോറിയുടെ സ്രോതസ്സാക്കി മാറ്റാം എന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുവാൻ ശ്രമിക്കുക. കുഞ്ഞിൻ്റെ തൂക്കം കുറഞ്ഞതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വെയിറ്റ് ഗെയിൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.